എപ്പോഴും നീ 100 സീറ്റ് കിട്ടും ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആ പാർട്ടി നമ്മൾ വെറുക്കണ്ടായോ? ഒരു 95% വോയിസ് എംപിക്കാണ് കോർപ്പറേഷൻ, അത് BJP. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. സത്യം, നിയമസഭയുടെ ഫ്രണ്ട് ആയനങ്ങൾ പോലും അത് അദ്ദേഹം വിവരിക്കാതെ പോയത് ഒരു പോരായ്മയാണ്. ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് അത് യുവന്മാർക്ക് തമ്മിലടിയാണ്. കരുണാകരൻ ഭരിച്ചു, അങ്ങനെ ആരെല്ലാം ഭരിച്ചു ഇവിടെ. അന്നൊന്നും ഈ അധികാരമോഹങ്ങൾ ആർക്കും ഇല്ല. ഇയാളാണ് ജയിച്ചു വന്നെങ്കിലേ മന്ത്രിയാവും. ഇപ്പൊ അടിസ്ഥാനം ഇവിടെ അടിത്തറ പറഞ്ഞു കിടക്കുന്നത് ഉള്ള കാര്യം എൻ്റെ പൊന്നു മോനെ ഞാൻ പറയാം. ഇപ്പോഴത്തെ MLA വോയിസ് എംപിയുടെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്കൊരു പ്രത്യേക പ്രചരണം നടത്തേണ്ട കാര്യം ഇവിടെ കാണുന്നില്ല. പിന്നെ അവർക്ക് വരാൻ വോട്ട് ചോദിക്കാം എന്നുള്ളത്, കാരണം എല്ലാവർക്കും അറിയാം അവരെ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോരായ്മ കുറവുകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവുക സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ പോലും സാധാരണക്കാർക്ക്, അതായത് താഴേക്കിടെ കിടക്കുന്ന ആൾക്കാർക്ക് ഉപകാരം മാത്രമേ, ഇപ്പം ഞാൻ പാർട്ടി ബേസിൽ പറയല്ല, അദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം ഇത്രയും അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇപ്പം ഒന്നാമതായിട്ട് വാർദ്ധക്യ പെൻഷൻ, ക്ഷേമ പെൻഷനേ, അത് കൃത്യനിഷ്ഠയായിട്ട് അദ്ദേഹം തരുന്നുണ്ട്. ആദ്യം കയറിയപ്പോൾ ഉള്ളത് 5 രൂപ, ഇപ്പൊ 2000 ആയില്ലേ? അല്ല, ഈ ഇലക്ഷന് മുമ്പ് തന്നെ കൂട്ടി വന്നല്ലേ 1600 ആക്കിയത്. ഈ 1600 ആക്കിയതിനു ശേഷം പിന്നെ 400 അദ്ദേഹം കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ അത് ഈ രാഷ്ട്രീയക്കാർക്ക് പലതും പറയാമെങ്കിൽ തന്നെയും സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് അത് അവർക്ക് അദ്ദേഹം ഇപ്പൊ ചെയ്തേക്കുന്നത് നല്ലൊരു ഉപകാരം തന്നെയാണ്. സമരം ചെയ്ത ആശാ വർക്കറാണ്. അവിടെ പോയി അവര് സമരം ചെയ്തു. പിന്നെ അതിനൊരു ശ്രദ്ധക്കുറവ് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായി. അതൊരു പോരായ്മയായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പൊ പക്ഷേ അവരെ കൈവിടാൻ പാടില്ല. കാരണം അവര് 300 രൂപ 270 രൂപ ജോലി ചെയ്തവര് ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അപ്പൊ അത് നിയമസഭയുടെ ഫ്രണ്ട് ആയനങ്ങൾ പോലും അത് അദ്ദേഹം ഗവനിക്കാതെ പോയത് ഒരു പോരായ്മ തന്നെയാണ്. വേണം, തീർച്ചയായിട്ടും വേണമായിരുന്നു. അവിടെ അദ്ദേഹത്തിന് കുറച്ച് പോരായ്മ സംഭവിച്ചു. അതിന്റെ പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് നികത്താൻ വേണ്ടി അദ്ദേഹം ബുദ്ധിമാനാണ്. വേറൊരു കാര്യം അദ്ദേഹം ചെയ്തു. സ്ത്രീകൾക്ക് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് BPL കാർഡ് ഉള്ളവർക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ അദ്ദേഹം തീരുമാനമെടുത്തു, നടപ്പാക്കുകയും ചെയ്തു. കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു മേഖല ഉണ്ടായി. എങ്കിലും ഈ ആശാവർക്കന്മാരുടെ പ്രശ്നത്തിൽ ചെറിയൊരു പോരായ്മയുണ്ട്. അത് എപ്പോഴല്ല കൂടുതലുള്ളത്, അത് വടക്കോട്ടാണ് കൂടുതലുള്ളത്. പിന്നെ അത് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പോഴത്തെ ഇലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വോയിസ് എംപിക്കാണ്. അത് ആറ്റിങ്ങ അവർക്കുള്ളതാണ്. കാരണം അത് CPM-ന്റെ ഇതാണ്. പിന്നെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം സുധീറായിരുന്നു ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. പുള്ളി വോയിസ് എംപിയായിട്ട് മത്സരിച്ച് 2ാം സ്ഥാനത്തായി. ഇപ്പം അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പം BJPക്കകത്ത് ഉണ്ട്, ഇവിടെ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇനിയിപ്പം ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. എങ്കിലും ഒരു 95% വോയിസ് എംപിക്കാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് BJPക്കാരുടെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആ വർധന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം തീർച്ചയായും അഭിപ്രായം പറയാൻ പറ്റത്തില്ല. എങ്കിലും വോയിസ് എംപിയാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ RSPക്ക് ഇവിടെ എന്തായാലും വിജയം കാണത്തില്ല, അത് ഉറപ്പ്. ഇത് കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ ഒരു ഇതും പച്ച പിടിച്ചു വരുമായിരുന്നു. RSP ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ RSPക്ക് കേരളത്തിൽ 5 സീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആറ്റിങ്ങി വേണം. ആറ്റിങ്ങി ആദ്യം കൊടുക്കത്തില്ല എന്ന് അവർക്ക് കോൺഗ്രസ് പറഞ്ഞു. അവർക്ക് ആറ്റിങ്ങി കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടപ്പോൾ ഇവർ കട്ടായം പിടിച്ചെന്നാൽ ഷിബി ബേബി ജോൺ അങ്ങനെയുള്ള നേതാക്കന്മാർ കട്ടായം പിടിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ RSP പിണക്കണ്ട എന്നും പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുത്തതാണ്. അതിവിടെ മെച്ചമുണ്ടാവില്ല, അത് ഉറപ്പായ കാര്യം ഉണ്ടാവില്ല. കാരണം പറയോ, ഈ കോൺഗ്രസിന്റെ വോട്ട് തന്നെ അവർ അപൂർവമായിട്ട് മാത്രം. കാരണം ഈ പ്രവർത്തന രംഗത്ത് അവരില്ല. കോൺഗ്രസിൽ ആൾക്കാർ അപൂർവമായിട്ട് മാത്രമേ രംഗത്ത് ഇറങ്ങുന്നുള്ളൂ. പിന്നെ പ്രചരണ രംഗത്ത് ഇപ്പം നിൽക്കുന്നത് ഇവിടെ ഈ ആറ്റിങ്ങെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സുധീറാണ് പ്രചരണ രംഗത്ത്. പക്ഷേ വോയിസ് എംപി എന്ന് പറയുമ്പം ഈ വീടുകളിൽ ഇവിടെ കയറിറങ്ങി പ്രധാന സ്ഥലങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാകാം. അതുകൊണ്ടായിരിക്കും ഇവിടെ കാണാത്തത്. എങ്കിലും ഇനിയും ഒരാഴ്ച ഉണ്ടല്ലോ, ഒരാഴ്ച ഇവിടെ വരും.
വന്ന് ജനങ്ങളെ കാണും. നമ്മുടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അത് BJP തലസ്ഥാനം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ ആൾക്കാർ കൂടെ ഒരു ആകർഷണം ഉണ്ടായി. കാരണം BJP കൂടെ വളർന്നിവിടെ വരണം, വന്നെങ്കിൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാകില്ല എന്നൊരു ചിന്താഗതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കുറേ ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, വികസനം എന്നുള്ള രീതി പറഞ്ഞു തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുടെ പിന്നിലുണ്ട്. ഈ ചേട്ടനൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ അറിയാൻ പറ്റും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സംസാരത്തിൽ. എനിക്ക് വ്യക്തിപരമായി നോക്കുവാണെങ്കിൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. സത്യം. നിലപാട് ഞാൻ എൻ്റെ ഒരു 11ാമത്തെ വയസ്സിൽ കോൺഗ്രസിനെ ത്രിവർണ്ണ പതാക പിടിച്ചൊരു വ്യക്തിയാണ് അന്ന്. ഇപ്പോൾ എനിക്ക് പാർട്ടിയിൽ വിശ്വാസക്കുറവൊന്നുമില്ല, എങ്കിലും പാർട്ടി ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് അത് യുവന്മാർക്ക് തമ്മിലടിയാണ്. തമ്മിലടി. ഈ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ, അതേപോലെ ചില നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം. അവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം തുറന്ന് ഞാൻ പറയണം, അപ്പോൾ ഇപ്പോൾ 100 സീറ്റ് കിട്ടും. 100 സീറ്റ് എവിടെ നീ 100 സീറ്റ് കിട്ടും ആണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ പ്രവർത്തനമുണ്ടോ? അവിടെ കാര്യമുണ്ട്. യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാതെ ഒറ്റക്കെട്ടായിട്ട് ഒരേ രീതി നിന്നിരുന്നെങ്കിൽ കുറേയെങ്കിലും അവന്മാർ കയറി വരുമായിരുന്നു. ഇത് യവന്മാർ തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് യവന്മാർ അങ്ങോട്ടും തമ്മിലടിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യവന്മാർ ഇറങ്ങുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പാർട്ടി നമ്മൾ വെറുക്കണ്ടായോ? നമ്മൾ പത്രങ്ങൾ വായിക്കുന്നു, റേഡിയോ കിട്ടുന്നു, മൊബൈലിൻ്റെ കാര്യം ഇവിടെ പോട്ടെ, ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ കോൺഗ്രസ് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് കടുപിടിയാണോ അധികാരം എന്തിന്? ഇവിടെ മുമ്പ് ആരെല്ലാം ഭരിച്ചു? ഇവിടെ എൻ്റെ ഓർമ്മയിൽ പറയാം, അച്യുതാനന്ദൻ സാറ് ഭരിച്ചു. അദ്ദേഹം ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും നമ്മൾ ആരും എന്നൊരു കാര്യം ആദ്യം അംഗീകരിക്കുന്നത് നായനാർ ഭരിച്ചു. അതേപോലെ തന്നെ CPM-ന്റെ തന്നെ EMS നമ്പൂതിരി അദ്ദേഹം ആദ്യം ഭരിച്ചു. വാസുദേവൻ നായർ സാർ ഭരിച്ചു. ഇവിടെ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു. കരുണാകരൻ ഭരിച്ചു. അങ്ങനെ ആരെല്ലാം ഭരിച്ചു. ഇവിടെ അന്നൊന്നും ഈ അധികാരമോഹങ്ങൾ ആർക്കുമില്ല. അവർ പാർട്ടി ബേസിൽ പ്രവർത്തിക്കുന്നു, പാർട്ടിയിൽ നിന്ന് അവർക്ക് വോട്ടുകൾ കിട്ടുന്നു, അവർ ജയിക്കുന്നു. അവിടെ മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പം എങ്ങനെ എനിക്ക് അധികാര കസേര വേണം, എനിക്ക് അവിടെ കയറിയിരിക്കണം ഇല്ല. ഈ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഈ കോൺഗ്രസ്സുകാരന്മാരാരെങ്കിലും പറയുന്നുണ്ടോ? സ്വർണം കട്ട കാര്യം, മറ്റേത് കട്ട സംഭവം ശരിയാണ്, അത് തെറ്റാണ്. സംഭവം ശരിയാണോ ഇന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിനകത്ത് ചില കാര്യം അത് പോട്ടെ, അത് നമ്മൾ ആ പ്രശ്നം വിട്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മ വരുന്ന രീതിയിൽ കൂടി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യാതെ എനിക്ക് അധികാര കസേര വേണം, എനിക്ക് മുഖ്യമന്ത്രി ആവണം, എനിക്ക് ആഭ്യന്തരം വേണം, എനിക്ക് ധനകാര്യം പക്ഷെടുക്കാൻ ഒരു ഉദാഹരണം പറയാം. ഈ എന്തോ അവൻ്റെ പേര് വേണുഗോപാലൻ, ഈ രാഹുൽ ഗാന്ധി താങ്കൾ വേണുഗോപാലൻ, KC വേണുഗോപാലൻ മെനഞ്ഞാത്തൊരു വാർത്ത ഞാൻ കേട്ടോണ്ടിരിക്കുക. വട്ടിയൂർക്കാവിൽ പറഞ്ഞോട്ടെ, ഞാൻ വേറെ രാഷ്ട്രീയ സംസാരിക്കില്ല. വട്ടിയൂർക്കാവിൽ മുകളിൽ ജയിച്ച ഒരു മന്ത്രിയാണ്. വാർത്ത എല്ലാവരും കേട്ട കാര്യങ്ങളത്. വട്ടിയൂർക്കാവിൽ മുകളിൽ ജയിച്ച ഒരു മന്ത്രിയാണ്. ഇയാളാണ് തീരുമാനിക്കുന്നത്. ജയിച്ചു വന്നെങ്കിലേ മന്ത്രിയാവൂ. അത് മന്ത്രി ആകണോ ഇല്ലയോ എന്നുള്ളത് അന്നേരം തീരുമാനിക്കും. ഇപ്പോഴേ അത് പ്രചരണം നടത്തി വെറുതെ ജനങ്ങളുടെ വോട്ടില്ലാതാക്കി കളയണം. ഇത് ജനങ്ങൾ മണ്ടന്മാരല്ല, ജനങ്ങൾ പഴയ ആൾക്കാരല്ലേ. ഇപ്പം ആൾക്കാർ ഒരുപാട് മാറി. അവർക്ക് അവരുടേതായ ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമുള്ളവർ. ആ അഭിപ്രായം അനുസരിച്ച് ജനങ്ങൾ മുമ്പോട്ട് പോകും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരാണോ അവിടെ പാർട്ടി അവർ നോക്കുന്നില്ല. ആ കാര്യങ്ങളിലേക്ക് അവർ നീങ്ങും. അതാണ് സത്യം. ഇതെല്ലാം പാർട്ടി നമ്മൾ മൊബൈലിൽ കാണും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു അടിസ്ഥാന മൂല്യമുള്ളൊരു പാർട്ടി ആണെങ്കിൽ പോലും ഇപ്പൊ അടിസ്ഥാനമില്ല, അടിത്തറ പറഞ്ഞു കിടക്കുക ഉള്ള കാര്യം. എൻ്റെ പൊന്നു മോനെ ഞാൻ പറയുകയാണ്. ഒരുപാട് വൈദ്യം ഞാൻ രാവിലെ ചായ കുടിക്കാൻ പോയി ചായക്കടയുണ്ട്. ഞാൻ അട്ടക്കുളത്ത് താഴെ ഞാൻ താമസിക്കുന്നു. ആ ചായക്കടയിൽ പല ആൾക്കാരും വരും. വെളുപ്പിന് 5 മണിയാകുമ്പോൾ കട തുറക്കും. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ വരും, കോൺഗ്രസ്സുകാർ വരും, BJP-ക്കാർ വരും. ഈ 3 പേരും വന്ന് അവിടെ ചർച്ച ചെയ്യാം. ഞങ്ങളെല്ലാം ഇപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ തോനെയുണ്ട്. അവരെല്ലാം വെറുത്ത്, പാർട്ടി വെറുത്തു. അവരുടെ ഒമ്മ കിടന്ന് അടിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനു പ്രവർത്തിക്കണം, നമ്മളെന്തിനു ചെയ്യണം? ഞങ്ങൾ കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. ഒരു 55% ആൾക്കാരും ഈ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും, CPM-ന് സപ്പോർട്ട് ചെയ്യും. വോട്ട് 45%. ആറ്റിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കണക്കോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 38% BJP-ക്ക് ചെയ്യും. പിന്നെ ഇത് ഇടയ്ക്കെങ്ങാനും പൊഴിഞ്ഞ് വീണവർക്ക് കിട്ടുന്നെങ്കിലേ ഉള്ളൂ.
സത്യമായി ഈ ബി ജെ പിക്ക് സുധീർ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളുടെ മോനാണ്. ബി ജെ പിക്ക് ഇന്ന് സുധീർ എൻ്റെ സഹോദരിയുടെ മോൻ, സഹോദരൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് അഡ്വക്കേറ്റ് സുധീർ. അവർ ചെമ്പണ്ണില താമസിക്കുന്നു. ഈ കാര്യം ചെമ്പണ്ണിൽ താമസിക്കുന്നു. അപ്പൊ അങ്ങനെ തെറ്റത്തിലൂടെ നമ്മളെന്ന് പറയാൻ അന്നേ നമുക്കൊരു ചിന്താഗതി ഉണ്ട്. അതനുസരിച്ച് പോകുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ നമ്മൾ വിട്ടു നിൽക്കും. അതാണ് നമ്മൾ പോകുന്നത്.